Good morning, dears. How are you? We have completed the lesson Wonderful Waste, right? നമ്മൾ എന്ത് ചെയ്തു? വണ്ടർഫുൾ വേസ്റ്റ് എന്നുള്ള ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? വാട്ട് ഈസ് ദ ചാപ്റ്റർ വണ്ടർഫുൾ വേസ്റ്റ് ഈസ് ഓൾ അബൌട്ട്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മേക്കിംഗ് ഓഫ് അവിയൽ അല്ലേ? നമ്മൾ ഓരോ സിനിമയുടെ ഒക്കെ ഇത് കാണിക്കും അല്ലേ, മേക്കിംഗ് കാണിക്കും, മേക്കിംഗ് ഓഫ് ദൃശ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കും അല്ലേ. അതുപോലെ ഇവിടെ എന്താണ് നമ്മുടെ മേക്കിംഗ് ഓഫ് അവിയലാണ് എന്തിൽ പറഞ്ഞേക്കുന്നത്? ദ ലെസൺ വണ്ടർഫുൾ വേസ്റ്റ് എന്നുള്ള അതിൽ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. വി ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. സോ ഐ ഹോപ്പ് യു ഓൾ റെഡ് ഇറ്റ് അറ്റ്ലീസ്റ്റ് 5 times or at least 3 times. Anyways, some new words here. I'll read it. In a fix. In a fix means a situation hard to escape from. In a fix. In a fix. ഫിക്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A situation hard to escape from. രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ പെട്ടുപോകുമ്പോഴാണ് എന്ത് പറയാം? എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോകുമ്പോഴാണ് എന്ത് പറയാം? പിന്നെ ഫിക്സ് എന്ന് പറയാം. ഒരു ഫിക്സിലായി പോയി എന്ന് പറയാം. അകപ്പെട്ടു പോയി എന്ന് പറയില്ലേ? എക്സാക്ട്ലി. ദെൻ ഫ്ലാഷ് അക്രോസ് ദ മൈൻഡ്. ഫ്ലാഷ് അക്രോസ് ദ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻലി തിങ്ക് ഓഫ്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചിന്ത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്ലാഷ് മിന്നൽ പോലെ വരുന്ന ഒരു ഐഡിയ, അതിനെയാണ്, അല്ലെങ്കിൽ ഒരു തോട്ട്, ഒരു ചിന്ത, അതിനെയാണ് എന്ത് പറയാ? ഫ്ലാഷ് അക്രോസ് ദ മൈൻഡ് എന്ന് പറയാം. മനസ്സിൽ കൂടെ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തു പോയി അല്ലെ, ഒരു വാൽനക്ഷത്രമൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്നതിനാണ് ഫ്ലാഷ് അക്രോസ് ദ മൈൻഡ് എന്ന് പറയാം. ലോ ആൻഡ് ബിഹോൾഡ്. ലോ ആൻഡ് ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ ലുക്ക് വാട്ട് എ സർപ്രൈസ്. ലോ ആൻഡ് ബിഹോൾഡ് വാട്ട് എ സർപ്രൈസ്, എന്തൊരു അതിശയമാണ്. ദെൻ ട്രഡീഷണൽ ഫീസ്റ്റ്. ട്രഡീഷണൽ ഫീസ്റ്റ് എന്ന് വെച്ചാൽ ഹാർട്ടി മീൽ ഫോർ മെനി ഗെസ്റ്റ് സെർവ്ഡ് ഓൺ എ സ്പെഷ്യൽ ഒക്കേഷൻ. ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഒത്തിരി ആൾക്കാർക്ക്, ഒത്തിരി ഗസ്റ്റിന് വിളമ്പി കൊടുക്കുന്ന ഒരു ഹാർട്ടി മീൽ, ഒരു നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു മീലിന്, ഒരു ഭക്ഷണത്തിനാണ് എന്ത് പറയാം നമ്മൾ? ട്രഡീഷണൽ ഫീസ്റ്റ് എന്ന് പറയാം. അതെന്താണ് നമ്മുടെ ട്രഡീഷണൽ ഫീസ്റ്റ്? ഏതാണ് കേരളത്തിലെ ട്രഡീഷണൽ ഫീസ്റ്റ്? ഏതാണ്? കേരള സദ്യയാണ് അല്ലേ. ഓക്കെ, യു നോ ഇറ്റ്. 1 2 3 4 4 ന്യൂ ഫ്രേസസ് ഉണ്ട്. അതിന് മീനിങ്ങും ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെയാണ് മീനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലേൺ ഇറ്റ്. ഈ ഫ്രേസസും അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ റീഡിങ് ഈസ് ഫൺ. യെസ്, അപ്പോൾ റീഡിങ് ഫണ്ണാണെന്ന് നമുക്കറിയാം. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലേ. റീഡിങ് ഈസ് ഓൾവേസ് ഫൺ, isn't it? Is reading fun? Really? ഓക്കെ, ഫൺ അല്ലെങ്കിൽ എന്താക്കണം നമ്മൾ? അതൊരു ഫൺ ആക്ടിവിറ്റി ആക്കി മാറ്റണം അല്ലേ. ത്രൂ ആ ഹാർഡ് വർക്ക് ഇൻ റീഡിങ്. റീഡ് ചെയ്ത് വേണം നമ്മൾ എന്താക്കാൻ? റീഡിങ് ഫൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് അവർ റീഡിങ് ഈസ് ഫൺ എന്ന് പറഞ്ഞേക്കുന്നത്. വാട്ട് വെർ ദ പ്രിപ്പറേഷൻസ് ഇൻ ദ പാലസ് ഫോർ? പാലസിൽ കുറേ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വാട്ട് ഫോർ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു പാലസിൽ നടന്ന പ്രിപ്പറേഷൻസ് ഒക്കെ? നമുക്കറിയാം എന്താണെന്നുള്ളത്. അതിൻ്റെ ആൻസർ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വൈ ഡിഡ് ദ മഹാരാജ ഗോ ഇൻ ടു ദ കിച്ചൺ ഇൻ ദ ആഫ്റ്റർനൂൺ? വൈ? എന്തുകൊണ്ടാണ് ദ മഹാരാജ ഗോ ഇൻ ടു ദ കിച്ചൺ ഇൻ ദ ആഫ്റ്റർനൂൺ? ആഫ്റ്റർനൂൺ ആയപ്പോൾ എന്ത് ചെയ്തു? മഹാരാജ കിച്ചണിലേക്ക് പോയി. വൈ? എന്തുകൊണ്ട്? വാട്ട് ഹാഡ് ദ കുക്ക് പ്ലാൻഡ് ടു ഡു വിത്ത് ദ വെജിറ്റബിൾ സ്ക്രാപ്സ്? അപ്പോൾ കുറേ വെജിറ്റബിൾ സ്ക്രാപ്സ് ഉണ്ടായിരുന്നില്ലേ, വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. അത് വെച്ചിട്ട് വാട്ട് ഹാഡ് ദ കുക്ക് പ്ലാൻഡ്? കുക്ക് എന്ത് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്? എന്ത്? വെജിറ്റബിൾ സ്ക്രാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്? യെസ്, വി നോ ദ ആൻസർ. ആൻഡ് ദ ഫോർത്ത് വൺ, ഇൻഗ്രീഡിയൻസ് ആർ ദ തിങ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു മേക്ക് എ ഡിഷ്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെയാണ് എന്ത് പറയാ? ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. അപ്പോൾ കുക്കിംഗ് റെസിപ്പിയൊക്കെ നോക്കുമല്ലോ നമ്മൾ യൂട്യൂബിൽ. നിങ്ങളുടെ പാരൻസ് ഒക്കെ കുക്കിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ നോക്കുമ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പോൾ സർക്കിൾ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് അവിയൽ ഇൻ ദ ബോക്സ് ബിലോ. ഇതിനകത്ത് ഒരു ബോക്സിൽ കുറേ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ആർക്കെങ്കിലും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. മിസ് ഇതിൻ്റെ പിക്ചർ എവിടെ ഉണ്ടാവും? നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾ ഇൻഗ്രീഡിയൻസ്, അവിയലിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങൾ എടുത്ത് എഴുതുക. ഓക്കെ. എന്തൊക്കെയാണെന്ന് മിസ് ജസ്റ്റ് വായിക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. ചില്ലീസ്,
coconut, garlic, groundnut, roasted peanuts, broken bangles. ബ്രോക്കൺ ബാംഗിൾസ് എന്താണെന്നറിയോ? പൊട്ടിയ വളക്കഷ്ണങ്ങളില്ലേ, ബ്രോക്കൺ ബാംഗിൾസ്. അതൊക്കെ നമ്മൾ അവിയലൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. വുഡ്, തടി, കേർഡ്, ബാസ്ക്കറ്റ്, വെജിറ്റബിൾ സ്ക്രാപ്സ്, പോട്ട്, കറി ലീവ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് നമ്മൾ അവിയലിന് വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് വി യൂസ് ഫോർ മേക്കിംഗ് ആൻ അവിയൽ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് ആ ബോക്സിൽ നിന്ന് പെറുക്കി എഴുതുക. അപ്പോൾ അവിയലിനുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. സോ ദിസ് ഇസ് അവർ ആക്ടിവിറ്റീസ് ഫോർ ടുഡേ. എന്തൊക്കെയായിരുന്നു? ഒന്നാമത് മിസ് പറഞ്ഞത് എന്താണ്? ന്യൂ ഫ്രേസസ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, കാണാതെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കുകയും കൂടെ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്താണ്? 4 questions ഉണ്ടായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ. ആൻസേഴ്സ് എഴുതുക, എന്നിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു കോൺടാക്ട് മീ. ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.